പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരനെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടാനുള്ള ശ്രമമാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. വഞ്ചനാക്കുറ്റം മാത്രമുണ്ടായിരുന്ന കേസിൽ കോടതിയുടെ പേരിൽ വ്യാജരേഖ നിർമ്മിച്ചതടക്കം ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം KPCC പ്രസിഡന്റ് കെ സുധാകരന് ഊരാക്കുടുക്കാണ്. ഒന്നാം പ്രതി മോൻസൺ മാവുങ്കൽ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും രണ്ടാം പ്രതി കെ സുധാകരനും കൂട്ടുത്തരവാദിയാണെന്നാണ് കുറ്റപത്രം. കെ സുധാകരനെതിരായി IPC 34 ചുമത്തിയതോടെ മോൻസൺ ചെയ്ത കുറ്റങ്ങളെല്ലാം സുധാകരനും ബാധകമാണ്. IPC 466 കുറ്റപത്രത്തിലെ മറ്റൊരു ഗുരുതര വകുപ്പ്. കോടതി രേഖ വ്യാജമായി നിർമ്മിച്ചുവെന്ന കുറ്റം. മുംബൈ അപ്പലറ്റ് ട്രൈബ്യൂണലിന്റെ ഉത്തരവാണ് മോൻസൺ വ്യാജമായി നിർമ്മിച്ചത്. ന്യായാധിപനായ ദേവദാറിന്റെ പേരിലാണ് ഈ വ്യാജ ഉത്തരവ്. ഇതുകൂടാതെ മോൻസൺ തയ്യാറാക്കിയ HSBC ബാങ്ക് അക്കൗണ്ട്, DRDOയുടെ കത്ത് അടക്കം വ്യാജരേഖകൾക്കും സുധാകരനും ഉത്തരവാദിയാണ്. IPC 466 പുറമെ 468, 471, 420 വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഇതോടെ സാമ്പത്തിക വഞ്ചന കേസ് ഒത്തുതീർപ്പാകാനുള്ള സാധ്യതയാണ് ക്രൈംബ്രാഞ്ച് ഇല്ലാതാക്കിയത്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. മോൻസണിൽ നിന്ന് സുധാകരൻ 10 ലക്ഷം രൂപ വാങ്ങിയെന്നും കുറ്റപത്രത്തിലുണ്ട്. ന്യായാധിപനും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും സുപ്രീം കോടതി അഭിഭാഷകനും അടക്കം 93 സാക്ഷികൾ. മോൻസൺ അനുകൂലമായി സുധാകരൻ നൽകിയ അഭിമുഖമടക്കം 33 മെറ്റീരിയൽ എവിഡൻസ്. മോൻസനും സുധാകരനും ഒന്നിച്ചുള്ള ചിത്രമടക്കം 93 രേഖകൾ. വിചാരണയിൽ കെ സുധാകരനെ വരിഞ്ഞുമുറുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.